الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسل الله وعلى آله وصحابه الفائزين برضا الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, കാരുണ്യവാനായ പടച്ചതമ്പുരാൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒന്നും എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടജീവിതത്തിൽ അവന്റെ വിശാലമായ കാരുണ്യം കൊണ്ട് അവന്റെ ദീനനുസരിച്ച് ജീവിക്കാനും അവസാനം ഈമാനോടെ മരിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ റമദാനിനെ അള്ളാഹു നമ്മുടെ അനുകൂല സാക്ഷിയാക്കി തീർക്കുമാറാകട്ടെ. നമുക്കും നമ്മിൽ മൺമറഞ്ഞുപോയ എല്ലാവർക്കും അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായ ശിഫ പ്രദാനിക്കുമാറാകട്ടെ. ലോകത്ത് പ്രയാസപ്പെടുന്ന മുഴുവൻ മനുഷ്യർക്കും വിശേഷ ഫലസ്തീനുകൾക്കും അള്ളാഹു എല്ലാ നിലക്കുള്ള മോചനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. ഈ ഒരു റമദാനിൽ ജീവിച്ചിരിക്കാൻ അള്ളാഹു നൽകിയ ദീർഘായുസ്സിനു നന്ദിയായിട്ടും ഈ റമദാനെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാനുള്ള വലിയ ആഗ്രഹത്തിലും ഒക്കെ എഴുത്തിക്കാഫിന്റെ നിയ്യത്തോടുകൂടി എല്ലാവരും പള്ളിയിൽ കഴിയുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ജോർജ് ഓർവെൽ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് പോലീസുകാരൻ, അദ്ദേഹം 1903 ബീഹാറിൽ ജനിച്ച് 1950 മരണപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഒരു പോലീസുകാരനായി ജോലി ചെയ്തൊരു വ്യക്തിയാണ്. അദ്ദേഹം ഭരണകൂടം മനുഷ്യരോട് കാണിക്കുന്ന ക്രൂരതയിൽ മനം നൊന്ത് 1927 തന്റെ പോലീസ് ഉദ്യോഗം രാജിവെച്ച് ഫാസിസത്തിനെതിരെയും സ്റ്റാലിനിസത്തിനെതിരെയും വളരെ തുറന്നെഴുതിയ ഒരു എഴുത്തുകാരനായി പിൽക്കാലത്ത് ജീവിക്കുകയും 1950 അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ബർമയിൽ പോലീസുകാരനായി ജോലി ചെയ്യുമ്പോൾ ജീവിതത്തെ മാറ്റിമറിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ച് അദ്ദേഹം എഴുതുന്നുണ്ട്. ആത്മീയത കണ്ടെത്താൻ അദ്ദേഹത്തിന് സഹായകമായൊരു സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് സ്പിരിച്വാലിറ്റി ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞൊരു സന്ദർഭം എന്ന നിലയ്ക്ക് അദ്ദേഹം പരിചയപ്പെടുത്തുന്ന ഒരു സംഭവം, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാളെ തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോകേണ്ട ജോലി അദ്ദേഹത്തിനായിരുന്നു ലഭിച്ചത്. അദ്ദേഹം ഈ പ്രതിയെ തൂക്കുമരത്തിലേക്ക് ഇങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്ന വഴിക്ക് വഴിയിൽ കുറച്ച് ചെളി നിറഞ്ഞൊരു ഭാഗത്തെത്തിയപ്പോ ഈ ചെളി ഇദ്ദേഹത്തിന്റെ ശരീരത്തേക്ക് തെറിക്കാതിരിക്കാൻ വേണ്ടി വളരെ സാഹസപ്പെട്ട് വഴിമാറിപ്പോകുന്ന ഒരു രംഗം ഈ പോലീസുകാരൻ കാണുന്നുണ്ട്. അത് ഈ പോലീസുകാരനെ വല്ലാതെ ചിന്തിപ്പിച്ചു. ജോർജ് ഓർവെൽ പറയുകയാണ്, ഈ മനുഷ്യൻ ഇത്ര സാഹസപ്പെട്ട് ഈ വഴിമാറി നടക്കുന്നത് അയാളുടെ ശരീരത്തിൽ ചെളിതെറിക്കാതിരിക്കാനാണ്. ഇദ്ദേഹമാണെങ്കിലും നടന്നെടുക്കുന്നത് അദ്ദേഹത്തിന്റെ കഴുമരത്തിലേക്കാണ്. അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോവുക. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞാൽ ഈ മനുഷ്യന്റെ ജീവിതം അവസാനിക്കുകയാണ്. അപ്പോഴും ഇയാൾ ശ്രദ്ധിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ശരീരത്ത് കാലിൽ ചെളി പറ്റാതിരിക്കാൻ വേണ്ടി ഇദ്ദേഹം ശ്രദ്ധിക്കുകയാണ്. ചെളി പറ്റിയാലും ചെളി പറ്റിയില്ലെങ്കിലും നിമിഷങ്ങൾക്കകം ഈ മനുഷ്യനെ കഴുമരത്തിലേക്ക് എത്തി തൂക്കപ്പെടും. അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിക്കും. അപ്പോഴും കാലിൽ ചെളി പറ്റാതിരിക്കാനുള്ള ഈ മനുഷ്യന്റെ ശ്രദ്ധ ജോർജ് ഓർവെൽ പറയാണ്, എന്നെ വല്ലാതെ ആകർഷിച്ചു.
ഞാൻ വിചാരിച്ചൊരു കാര്യം, ഈ മനുഷ്യൻ ഇതുപോലെ തന്റെ മനസ്സിലും ചെളി പറ്റാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു തൂക്കുമരത്തിൽ അദ്ദേഹത്തെ കയറ്റപ്പെടുമായിരുന്നില്ല. ഇദ്ദേഹം ഒരു കുറ്റം ചെയ്തതുകൊണ്ടാണ് ഇദ്ദേഹത്തെ തൂക്കുകൊല്ലപ്പെടുന്നത്. ആ കുറ്റം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ പ്രേരണ ഉണ്ടായത് അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നാണ്. മനസ്സിൽ തെളിച്ച ചെറി, മനസ്സിലേക്ക് തെറിച്ചു വീണ ചെളി, അത് മനസ്സിൽ തെറിക്കാതിരിക്കാൻ വേണ്ടി ഇദ്ദേഹം ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ, ഇതേപോലെ സൂക്ഷിച്ചിരുന്നുവെങ്കിൽ, ഇനി അഥവാ ചെളി തെറിച്ചാൽ തന്നെ അത് കഴുകിക്കളയാനുള്ള ഒരു ജാഗ്രത ഉണ്ടായിരുന്നുവെങ്കിൽ, കഴുകിയിട്ട് പോകാത്ത ഭാഗം അതിനെ തന്റെ കുറ്റബോധം കൊണ്ട് കരിച്ചു കളയാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നെങ്കിൽ ഇദ്ദേഹം ഒരിക്കലും തൂക്കുമരത്തിൽ ഏറ്റപ്പെടുമായിരുന്നില്ല എന്ന തന്റെ ചിന്തയിൽ നിന്നാണ് ആത്മീയത എന്ന് പറയുന്നത്, മനസ്സിന്റെ നന്മ എന്ന് പറയുന്നത്, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഞാൻ കണ്ടെത്തിയത് എന്നാണ് ജോർജ് ഓർവെൽ പറയുന്നത്. പരിശുദ്ധമായ റമദാൻ അള്ളാഹു നമുക്ക് 29-30 ദിവസക്കാലം വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കിയത് നമ്മുടെ ആത്മീയ നേട്ടത്തിന് വേണ്ടിയാണ്, നമ്മുടെ ആത്മാവിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് മനുഷ്യന്റെ നോമ്പിലൂടെയുള്ള ശാരീരിക നേട്ടങ്ങളാണ്. സത്യത്തിൽ നോമ്പിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മനുഷ്യന്റെ ആത്മീയ നേട്ടമാണ്, ആത്മാവിനെ ശുദ്ധീകരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നെഞ്ചിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ട്, അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന. തഖ്വ എന്ന് പറയുന്നത് മനസ്സിലാണ്. മനുഷ്യന്റെ ആത്മീയത രൂപപ്പെടേണ്ടത് അവന്റെ മനസ്സിലാണ്. മനസ്സാണ് ആത്മീയതയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത്. മനസ്സിൽ നിന്നാണ് ആത്മീയത ഉത്ഭവിക്കേണ്ടത്. അതുകൊണ്ട് ആ മനസ്സിനെ ശുദ്ധീകരിക്കുക, മനസ്സിനെ ആത്മീയമായി ഉന്നതിയിലെത്തിക്കുക എന്നുള്ളതാണ് ശരിക്കും നോമ്പിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. നമ്മളൊരു വാഹനത്തിൽ കയറുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാറുണ്ട്, ടൂ വീലറിൽ കയറുമ്പോൾ ഹെൽമറ്റ് വയ്ക്കാറുണ്ട്. നാം അവിടെ ഉദ്ദേശിക്കുന്നത് ശരീരത്തിന്റെ സെക്യൂരിറ്റിയാണ്. ശരീരം അപകടത്തിൽ പെടരുതെന്ന ചിന്തയിൽ സീറ്റ് ബെൽറ്റ് ധരിക്കുമ്പോഴും ഹെൽമറ്റ് ധരിക്കുമ്പോഴും അവിടെ മനസ്സ് അപകടപ്പെടരുത്, തന്റെ ആത്മാവ് അപകടപ്പെടരുത് എന്നുള്ള ചിന്തയാണ് ആത്മീയത എന്ന് പറയുന്നത്. പക്ഷെ നാം പലപ്പോഴും അത് ചെയ്യാറില്ല. ആ തടവ് പുള്ളി തന്റെ ശരീരത്തേക്ക് ചെളിതെറിക്കാതിരിക്കാനുള്ള അദ്ദേഹത്തിന്റെ ജാഗ്രത, തന്റെ മനസ്സിലേക്ക് ചെളിതെറിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അപകടത്തിൽ പെടില്ല എന്നതുപോലെ ഹെൽമറ്റ് ധരിച്ചുകൊണ്ട് ശരീരത്തെ സുരക്ഷിതമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആ ശ്രമം തന്റെ ആത്മാവിനെ അപകടപ്പെടുത്താതിരിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നെങ്കിൽ ഒരു മനുഷ്യനും നാളെ പരലോകത്ത് പരാജയപ്പെടുമായിരുന്നില്ല. പക്ഷെ ഇന്ന് നമ്മളിൽ അധിക പേരുടെ ശ്രദ്ധ ശരീരത്തിന്റെ കാര്യത്തിലാണ്. ഇതിനാദ്യം തുടക്കം കുറിച്ച ആൾ ഇബ്ലീസാണ്. ശരീരത്തിന്റെ മഹത്വം തിരിച്ചറിയുകയും ശരീരത്തിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ബോധവാനാവുകയും ആത്മാവിനെ മറക്കുകയും ചെയ്ത ആദ്യത്തെ വ്യക്തി ചരിത്രത്തിൽ ഇബ്ലീസാണ്. അതുകൊണ്ടാണ് ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ ഇബ്ലീസ് വിസമ്മതിച്ചു. അതിന് പറഞ്ഞ ന്യായം അവൻ പദാർത്ഥവാദമാണ് ഉന്നയിച്ചത്. എന്റെ ശരീരത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് തീ കൊണ്ടാണ്, ആദമിന്റെ ശരീരത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് മണ്ണ് കൊണ്ടാണ്. അതുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മെറ്റീരിയൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്കാണ് ശ്രേഷ്ഠത എന്നാണ് ഇബ്ലീസ് പറഞ്ഞത്. അത് പദാർത്ഥവാദമായിരുന്നു. സത്യത്തിൽ അവിടെ ആത്മീയമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിന് കൊടുത്തിരിക്കുന്ന ആത്മാവ് നഫഖതു ഫീഹി മിൻ റൂഹി എന്നാണ് അല്ലാഹു പറഞ്ഞത്. എന്റെ ആത്മാവാണ് ആദമിന് ഞാൻ ഊതിക്കൊടുത്തത്. അപ്പൊ ആത്മീയ തലത്തിൽ ആദമാണ് ഉയർന്നത്, ഇബ്ലീസ് അല്ല. പക്ഷെ ചരിത്രത്തിൽ ആദ്യമായി ശരീരത്തിന്റെ ഔന്നത്യം വാദിച്ചുകൊണ്ട് ആത്മീയതയെ മറന്നുപോയ ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് ഇബ്ലീസായിരുന്നു. അവിടെയാണ് മനുഷ്യനെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ പിശാചിന്റെ പാത പിൻപറ്റരുത്. പിശാച് എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ ആത്മീയത മറപ്പിക്കാൻ വേണ്ടി, നിങ്ങളുടെ ശരീരത്തിന് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി ഉപദേശിക്കാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഇബ്ലീസ് ഉണ്ടായി. അവിടെയാണ് നമ്മൾ ഈ പിശാചിന്റെ കെണിവല തിരിച്ചറിയേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു റമദാൻ നമുക്ക് നൽകിയത് പിശാചിനെ ബന്ധനസ്ഥനാക്കിക്കൊണ്ട്, എല്ലാ പിശാചുകളെയും അല്ലാഹു ബന്ധനസ്ഥനാക്കി ബന്ധിപ്പിച്ചിട്ട് സ്വർഗ കവാടങ്ങൾ തുറന്നുവച്ച് നരക കവാടങ്ങൾ അടച്ചിട്ടുകൊണ്ട്
മനസ്സിനെ ശുദ്ധീകരിക്കാൻ, മനസ്സിന്റെ ബ്യൂട്ടി പാർലറായിട്ട് അല്ലാഹു ഈ റമദാനിനെ നമുക്ക് സമ്മാനിച്ചിരിക്കുക. അപ്പൊ ആ നിലയ്ക്ക് നമുക്ക് ഈ റമദാൻ ഉപയോഗപ്പെടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നഷ്ടവാളികൾ തന്നെയായിരിക്കും. കഴിഞ്ഞ റമദാൻ പോയതുപോലെ ഈ റമദാനും ഏതാനും ദിവസം കഴിയുമ്പോൾ 29-30 ദിവസം കൊണ്ട് സമാപിക്കും. അവിടെ നമ്മുടെ ശരീരത്തിന്റെ മാറ്റമല്ല, നമ്മുടെ ആത്മാവിനെന്ത് മാറ്റം വന്നു എന്നുള്ളതാണ് ഈ റമദാനിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ടാണ് സത്യത്തിൽ നോമ്പെന്ന് പറയുന്നത് ഒരു പണിയല്ല. ശരീരത്തിനൊരു ജോലിയും നോമ്പിലില്ല. സത്യത്തിൽ നോമ്പ് ഈമാനിൽ പെടുത്തേണ്ട ഒരു കാര്യമാണ്. ഈമാനിനോടാണ് നോമ്പിന്റെ ബന്ധം എന്ന് പറയുന്നത്. കാരണം ഇസ്ലാം കാര്യങ്ങൾ 5 എണ്ണമാണ്. ഇസ്ലാം കാര്യങ്ങൾ 5ഉം ചെയ്യലാണ്. ശരീരത്തിന് ജോലിയുണ്ട്. കലിമത്തു ഷഹാദ ഉച്ചരിക്കണം നാവുകൊണ്ട്, അതൊരു ജോലിയാണ്. നിസ്കാരം ഒരു ജോലിയാണ്. 5 ഷർത്തുകളും 14 ഫർളുകളുമുള്ള ഒരു ജോലിയാണ്, ഒരു ആക്ടിവിറ്റിയാണ് നിസ്കാരം. ഹജ്ജ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അതിന് 6 റുക്നുകളും 5 വാജിബാത്തുകളുണ്ട്. സക്കാത്ത് കൊടുക്കലാണ് ഒരു ജോലിയാണ്. പക്ഷെ നോമ്പെന്ന് പറയുന്ന ഒരു ജോലിയല്ല. ശരീരത്തിനൊരു ജോലിയും നോമ്പിലില്ല. ശരീരം ഒന്നും ചെയ്യുന്നില്ല. ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുക, അതൊരു ജോലിയല്ല. ഭക്ഷിക്കലാണ് ജോലി, ഭക്ഷിക്കാതിരിക്കൽ ജോലിയല്ല. ഭോഗിക്കാതിരിക്കുക, അതൊരു ജോലിയല്ല, ഭോഗിക്കലാണ് ജോലി. അപ്പൊ സത്യത്തിൽ ഈമാൻ കാര്യങ്ങളെ പോലെ അള്ളാഹുവിൽ വിശ്വസിക്കുക, അവന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക, മുർസലുകളെ കൊണ്ട് വിശ്വസിക്കുക തുടങ്ങിയ 6 കാര്യങ്ങൾ മനുഷ്യന്റെ മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. അതിന് ശരീരത്തിനൊരു ജോലിയില്ല. ഇതുപോലെയാണ് നോമ്പ്. നോമ്പിൽ മനുഷ്യന്റെ ശരീരത്തിനൊരു ജോലിയും ചെയ്യാനില്ല. ജോലിയെടുക്കുന്നത് മനുഷ്യന്റെ ആത്മാവാണ്, മനുഷ്യന്റെ റൂഹാണ്. അതിന്റെ ഫലം നേടുന്നതോ ശരീരവുമാണ്, ആത്മാവുമാണ്. അപ്പൊ ഈ അർത്ഥത്തിൽ നമ്മുടെ ആത്മീയമായൊരു ശുദ്ധീകരണത്തിന് വേണ്ടി നമ്മുടെ നോമ്പിനെ ഉപയോഗപ്പെടുത്താം. അപ്പോഴാണ് നോമ്പ് കൊണ്ടൊരാൾ വിജയിച്ചു എന്ന് പറയാൻ കഴിയുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം നമുക്ക് ഒരുക്കി തന്നിരിക്കുകയാണ്. അതാണ് വിശുദ്ധ റമദാൻ. 3 തരത്തിലുള്ള ആത്മാക്കളെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. നഫ്സ് അമ്മാറ, നഫ്സ് ലവ്വാമ, നഫ്സ് മുത്മഇന്ന. നഫ്സ് അമ്മാറ എന്ന് പറഞ്ഞാൽ തിന്മ കൽപ്പിക്കുന്ന നഫ്സ്. തിന്മ ചെയ്യാൻ വേണ്ടി മനുഷ്യന്റെ മനസ്സെപ്പോഴും കൽപ്പിക്കും. 2ാം ഘട്ടത്തിലേക്ക് നമ്മൾ ഉയരണം. നഫ്സ് ലവ്വാമ, കുറ്റപ്പെടുത്തുന്ന നഫ്സ്. ഒരു തിന്മയിലേക്ക് മനുഷ്യന്റെ മനസ്സ് ഉപദേശിക്കുമ്പോൾ അത് പാടില്ല, അത് ചെയ്യരുത് എന്ന് ഉപദേശിക്കുന്ന മനസ്സിനെയാണ് നഫ്സ് ലവ്വാമ എന്ന് പറയുക. അവിടെയും നിൽക്കരുത്. പിന്നെയും നമ്മുടെ നഫ്സ് ഉയരണം, ആത്മാവ് ഉയരണം. മുത്മഇന്ന, 3ാം ഘട്ടത്തിലേക്ക്, ഏറ്റവും ടോപ്പിലേക്ക് എത്തണം. ശാന്തമായ നഫ്സ്, പടച്ചവന് ഇഷ്ടപ്പെടുന്ന നഫ്സ്. നീ എന്റെ അടുക്കിലേക്ക് പോരെ, സമാധാനത്തോടെ പോരെ എന്ന് മരണസമയത്ത് വിളിച്ചു പറയപ്പെടുന്ന നഫ്സ്. ഈ നഫ്സെ മുത്മഇന്നയിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കുക എന്നുള്ളതാണ് നോമ്പിന്റെ ലക്ഷ്യം. ആ ഒരു അർത്ഥത്തിലേക്ക് നമ്മൾ റമദാൻ കഴിയുമ്പോൾ നമ്മുടെ ആത്മാവ് എത്തിയിരിക്കണം. അങ്ങനെ എത്തിയാലോ നമ്മുടെ ശരീരത്തിന്റെ കാര്യം സുരക്ഷിതമായി. പിന്നെ ഒന്നും ചെയ്യാനില്ല. പിന്നെ സീറ്റ് ബെൽറ്റ് ഇടണ്ട, പിന്നെ ഹെൽമെറ്റ് വെക്കണ്ട. അതുകൊണ്ടാണല്ലോ അബൂ മുസ്ലിം അൽ ഖവലാനി റളിയല്ലാഹു തആല അൻഹു, താബഈങ്ങളിൽപ്പെട്ട പ്രമുഖനായ മഹാൻ, അദ്ദേഹത്തെ അസ്വദുൽ അനസി എന്ന് പറയുന്ന കള്ളപ്രവാചകൻ തന്റെ ദീനിൽ ചേരാൻ വേണ്ടി നിർബന്ധിക്കുന്നുണ്ട്. അബൂ മുസ്ലിം ഹവലാനി പറഞ്ഞു, ഞാനില്ല നിന്റെ മതത്തിലേക്ക്, ഞാൻ മുഹമ്മദ് നബിയുടെ മതത്തിൽ വിശ്വസിച്ചയാളാണ്. അദ്ദേഹം വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. അസ്വദുൽ അനസി വലിയ തീ ഒരുക്കിക്കൊണ്ട് ആ തീയിലേക്ക് അബൂ മുസ്ലിം ഹവലാനി എന്ന് പറയുന്ന മനുഷ്യനെ, താബഈനെ വലിച്ചെറിയുന്നുണ്ട്. ആ തീക്കനലിലൂടെ ആ മനുഷ്യൻ നടക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ രോമം പോലും കരിഞ്ഞില്ല. കാരണം അദ്ദേഹത്തിന്റെ ആത്മാവ് മുത്മഇന്ന എന്ന ദറജയിലേക്ക് എത്തിക്കഴിഞ്ഞു. ആ ദറജയിലേക്ക് ഒരു മനുഷ്യന്റെ ആത്മാവ് എത്തിയാൽ അവന്റെ ശരീരത്തിന് പിന്നെ ഒരു പോറലേൽക്കൂല. അതുകൊണ്ടാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ മുസ്ലിം അൽ ഖവലാനിയെ വിളിച്ചു വരുത്തുന്നുണ്ട് മദീനയിലേക്ക്. മദീനയുടെ അതിർത്തിയിൽ പോയി സ്വീകരിച്ചു, കൂട്ടിക്കൊണ്ടുവന്നു, കണ്ണിനിടയിൽ നെറ്റിയിൽ ചുംബിച്ചു. അബൂബക്കറിന്റെ ഉമറിന്റെ ഇടയിൽ അബൂ മുസ്ലിം ഖവലാനിയെ ഇരുത്തുന്നുണ്ട്. കാരണം ആ മനുഷ്യൻ മുത്മഇന്നായ ആത്മാവ്, ആ ഒരു ദറജയിലേക്ക് ആ മനുഷ്യന്റെ ആത്മാവ് ഉയർന്നു കഴിഞ്ഞു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തിൽ നമ്മുടെ തടസ്സം എന്ന് പറയുന്ന പിശാചായിരുന്നു. ആകാശലോകങ്ങളുമായി മനുഷ്യന്റെ മനസ്സിനെ ബന്ധിപ്പിക്കാനുള്ള തടസ്സം പിശാചാണ്. ആ പിശാചിനെ അല്ലാഹു ഈ മാസത്തിൽ ചങ്ങലക്കിട്ട് കഴിഞ്ഞു. ലൗലാ അന്ന ശയാത്തീന യഹൂമൂന അലാ ഖുലൂബി ബനി ആദം, മനുഷ്യന്റെ ഹൃദയങ്ങളിൽ പിശാചികൾ മേഞ്ഞില്ലായിരുന്നുവെങ്കിൽ ലനളറു ഇലാ മലക്കൂത്തി സമാവാതി, ആകാശലോകത്തെ മലക്കൂത്തുകൾ ഈ മനുഷ്യൻ ഇവിടെ ഇരുന്നുകൊണ്ട് കാണാൻ കഴിയുമായിരുന്നു. ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ആകാശലോകത്തെ രഹസ്യങ്ങൾ കാണാൻ കഴിയും. അതിന് മനുഷ്യനെ തടസ്സമാകുന്നത്, മനസ്സിനെ തടയിടുന്നത് പിശാചാണ്. അതുകൊണ്ടല്ലേ ഖുർആൻ പറഞ്ഞത്, വകദാലിക നുരി ഇബ്രാഹിമ മലക്കൂത്തി സമാവാതി വൽ അർളി,
ഇബ്രാഹിമിനെ നാം ആകാശലോകത്തിന്റെ മലക്കൂത്തുകളെ കാണിച്ചു കൊടുത്തു. ഇവിടെ ഇരുന്ന് കാണാൻ കഴിയും. ഇരുന്ന ഇരിപ്പിൽ 7 ആകാശം കണ്ടോവർന്ന് ശൈഖ് ജീലാനിയെ കുറിച്ച് പറയുന്നുണ്ട്. ജീലാനിക്ക് ഇത് കഴിയും. ജീലാനിയുടെ മനസ്സിൽ പിശാച് വാഴുന്നില്ല. അതുകൊണ്ട് ജീലാനിയുടെ മനസ്സും ജീലാനിക്ക് ആകാശവുമായി തടസ്സങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾക്ക് അത് സാധിച്ചത്. ഇബ്രാഹിം നബി അല്ലാഹു തആല അത് കാണിച്ചു കൊടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലെ മിമ്പറിൽ നിന്നുകൊണ്ട് ഖുത്ബ ഓതുകയാണ്. സാരിയ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ ഇന്നത്തെ ഇറാനിലേക്ക്, അന്നത്തെ പേർഷ്യയിലേക്ക് യുദ്ധത്തിന് അയച്ചിട്ടുണ്ട്. മലയുടെ ഭാഗത്തു നിന്നും ശത്രുക്കൾ വരുന്നത് സാരിയ റളിയല്ലാഹു അൻഹു കാണുന്നില്ല. 100 കിലോമീറ്റർ ഇപ്പറയുള്ള മദീന പള്ളിയുടെ മിമ്പറിൽ നിന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു പറയുന്നുണ്ട്, യാ സാരിയ അൽ ജബൽ അൽ ജബൽ, സാരിയ പർവ്വതം സൂക്ഷിക്കണേ, പർവ്വതം സൂക്ഷിക്കണേ, അപ്പുറത്ത് ശത്രുക്കൾ വരുന്നുണ്ട് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു പറയുന്നുണ്ട്. ഉമർ നിൽക്കുന്നത് മദീന പള്ളിയിലാണ്, സാരിയ ഉള്ളത് ഇന്നത്തെ ഇറാനിലാണ്. അത് കേൾക്കാൻ കഴിയും സാരിയ റളിയല്ലാഹു അൻഹുവിന്. കാരണം എന്താ? അവരുടെ മനസ്സിൽ നിന്നും പിശാചിനെ അകറ്റിക്കളഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ഒരു വഴിയിലൂടെ വന്നാൽ പിശാച് വഴിമാറിപ്പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് പിശാചിനെ തടയാനുള്ള വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫളയ്യകു ഇന്ന ശൈത്വാന യജ്രി മിനൽ ഇൻസാനി മജ്റദ്ദമി. മനുഷ്യന്റെ സ്ഥിരകളിലൂടെ പിശാച് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. എല്ലാ ഞരമ്പിലൂടെയും രക്തത്തിലൂടെ പിശാച് സഞ്ചരിക്കും. ഫളയ്യകു മജാരിഹി ബിൽജുഅ്. പിശാചിനെ നിങ്ങൾ തടയേണ്ടത് വിശപ്പ് കൊണ്ടാണ്. നമ്മൾ എത്ര വിശപ്പ് സഹിക്കുന്നു അത്രമാത്രം പിശാചിന്റെ സഞ്ചാരം കുറയും. നമ്മൾ റമദാനിൽ പകൽ സമയത്ത് നോമ്പ് പിടിക്കുന്നതുകൊണ്ട് ഭക്ഷണം ഉപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് പിശാചിന്റെ സാന്നിധ്യവും സാമീപ്യവും ശരീരത്തിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ പടച്ചവനിലേക്ക് അടുക്കാൻ, ആത്മീയതയിലേക്ക് ഉയരാൻ, ആത്മാവിനെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യമാണ് റമദാൻ എന്ന് പറയുന്നത്. മനുഷ്യന്റെ വയറാണ് അതിന്റെ അടിയിലുള്ള അവയവത്തെ മോശമാക്കുന്നത്, മുകളിലുള്ള അവയവത്തെ മോശമാക്കുന്നത്. ലൈംഗിക അവയവത്തെ മോശമാക്കുന്നതും വയറാണ്. വയറ് നിറഞ്ഞാലാണ് ലൈംഗിക വികാരങ്ങൾ കൂടുക. വയറാണ് മനുഷ്യന്റെ നാവിനെ മോശമാക്കുന്നത്. വയറ് നിറയുമ്പോഴാണ് മനുഷ്യൻ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് കൂടുതൽ സംസാരിക്കുക. അതുകൊണ്ടാണ് ഈ നോമ്പിലൂടെ അള്ളാഹു നമ്മളെ പട്ടിണി കിടത്താനല്ല ഉദ്ദേശിച്ചത്. നോമ്പെന്നുള്ളത് പാവപ്പെട്ടവന്റെ വേദന അറിയാനല്ല. ചിലര് പറയാറുണ്ട് പാവപ്പെട്ടവന്റെ വിശപ്പിന്റെ വേദന മുതലാളിമാർ അറിയാനാണെന്ന്. അങ്ങനെയാണെങ്കിൽ നോമ്പ് മുതലാളിമാർക്ക് മാത്രം നിർബന്ധമാക്കിയാൽ മതിയല്ലോ. പിന്നെ എന്തിനാ പാവപ്പെട്ട നോമ്പ് പിടിക്കുന്നത്? ഇന്ന് ലോകത്തെ ഏറ്റവും കടുത്ത നോമ്പ് പിടിക്കുന്ന ആളുകൾ ഫലസ്തീനികളാണ്. ഫലസ്തീനികളുടെ നോമ്പാണ് ഏറ്റവും ത്യാഗമുള്ള നോമ്പ്. അവർക്ക് അല്ലെങ്കിലും നോമ്പാണ്. നോമ്പല്ലെങ്കിലും ഒന്നും കഴിക്കാനില്ല. ആ ഫലസ്തീനിയും റമദാനിൽ നോമ്പ് പിടിക്കണം. അപ്പൊ നോമ്പിന്റെ ലക്ഷ്യം പാവപ്പെട്ടവന്റെ വേദന അറിയലല്ല. നോമ്പിന്റെ ലക്ഷ്യം മനുഷ്യന്റെ ആത്മാവിനെ ഉയർത്തലാണ്. മുത്മഇന്നായ ആത്മാവ് അങ്ങനെ ആയിത്തീരണം. അപ്പോഴാണ് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖികളായി എന്ന് പറയപ്പെടാൻ കഴിയുക. ഒരാളുടെ മനസ്സിൽ തഖ്വയുണ്ടെങ്കിൽ തഖ്വ അവയവങ്ങളിലൂടെ പ്രകടിക്കും. പ്രകടമാകും, അത് ഉറപ്പാണ്. അപ്പോൾ നിസ്കരിക്കും. അല്ലാതെ കേവലം നോമ്പ് പിടിക്കലും തറാവീഹുമാണ് റമദാൻ എന്ന് മനസ്സിലാക്കരുത്. ഇന്ന് മുസ്ലിം സമുദായം പൊതുവെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഈ നോമ്പ് കൊണ്ടും ഈ തറാവീഹ് കൊണ്ടും മാത്രം തഖ്വയിലേക്ക് എത്തുമെന്നുള്ളത്. സഹോദരങ്ങളെ, തഖ്വ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ തഖ്വയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തഖ്വയുടെ ഭാഗം എന്ന് പറയുന്നത് നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുക, ഹറാമുകൾ ഒഴിവാക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ തഖ്വ. ഒരാളുടെ ജീവിതത്തിൽ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളുണ്ട്, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അവനാണ് മുത്തഖി. ഹറാമുകൾ ചെയ്തുകൊണ്ട് വാജിബാത്തുകൾ ഉപേക്ഷിച്ചുകൊണ്ട് ഒരാൾക്കും മുത്തഖിയാകാൻ കഴിയില്ല. തറാവീഹ് നമസ്കാരം സുന്നത്താണ്. തറാവീഹ് വലിയൊരു കാര്യമായിട്ട് നമ്മൾ കരുതുന്നു. തറാവീഹ് വലിയ കാര്യം തന്നെയാണ്. ആർക്കാണ് തറാവീഹ് വലിയ കാര്യമായിട്ട് മാറുക? ജീവിതത്തിലെ വാജിബാത്തുകൾ നിർവഹിച്ച ആൾക്ക് ഒരു 2 റക്അത്ത് സുബഹി നമസ്കാരത്തിന് 1000 തറാവീഹ് നിസ്കരിച്ചാലും പകരാവൂല. 2 റക്അത്ത് ഫർളായ സുബഹിക്ക് പകരം 1000 തറാവീഹ് പോലും പകരാവൂല. തറാവീഹ് എന്നുള്ളത് സുന്നത്താണ്. സുന്നത്തെന്ന് തന്നെയല്ല, തറാവീഹിന്റെ മർത്തബ നോക്കിയാൽ 8ാമത്തെ സ്ഥാനത്താണ് തറാവീഹ് വരിക. മുത്തുറസൂല് പോലും തറാവീഹ് നിസ്കരിക്കാൻ 3 ദിവസം വന്നിട്ട് പിന്നെ വന്നില്ല. പിന്നെ റസൂല് വന്നില്ല. സഹാബാക്കൾ ശബ്ദമുണ്ടാക്കി നോക്കി റസൂലിനെ വരുത്താൻ, റസൂല് വന്നില്ല. പിന്നെ സഹാബാക്കൾ ഒറ്റയ്ക്കും ചെറിയ ജമാഅത്തുകളായി നിസ്കരിച്ചു. നബിയുടെ കാലത്തും അബൂബക്കറിന്റെ കാലത്തും ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ആദ്യ വർഷവും അങ്ങനെയാണ് നിസ്കരിച്ചത്. പിന്നെയാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ തറാവീഹ് ഒറ്റ ജമാഅത്തായി ഉമർ റളിയല്ലാഹു അൻഹു നടപ്പിലാക്കിയത്. അതുകൊണ്ട് തറാവീഹ് എന്നുള്ളത് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ഒരു സുബഹിക്ക് പകരമല്ല. ഒരാൾ സക്കാത്ത് നിർബന്ധമായത് കൊടുക്കാനുണ്ടെങ്കിൽ ആ സക്കാത്തിന് തറാവീഹ് പകരമല്ല. കാരണം സക്കാത്ത് നിർബന്ധമാണ്. ഒരാൾ ജീവിതത്തിൽ പലിശ വാങ്ങുന്നുണ്ടെങ്കിൽ, മദ്യപിക്കുന്നുണ്ടെങ്കിൽ, വ്യഭിചരിക്കുന്നുണ്ടെങ്കിൽ, ഹറാമ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഹറാമിനൊരിക്കലും ഈ തറാവീഹ് പകരമല്ല.
കാരണം തറാവി എന്നുള്ള സുന്നത്താണ്, ഈ പറഞ്ഞ കാര്യങ്ങൾ ഹറാമുകളാണ്. അതുകൊണ്ട് വാജിബായ കാര്യങ്ങളെ ചെയ്തുകൊണ്ടും ഹറാമായ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുമാണ് ഒരാൾ അടിസ്ഥാനപരമായി മുത്തക്കിയാകാൻ ശ്രമിക്കേണ്ടത്. അങ്ങനെ ആകുമ്പോഴാണ് ഈ തറാവീഹ് സുന്നത്തുകൾ അവനെ അള്ളാഹുലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി ഉപകരിക്കുന്നത്. അതുകൊണ്ട് കേവലം എല്ലാ റമദാനിലെയും പോലെ ഒരു ചടങ്ങായി നമ്മുടെ ഈ റമദാൻ മാറരുത്. ഈ റമദാൻ ഒരു വ്യത്യസ്തമായ റമദാനായി മാറണം. നമ്മുടെ ആത്മീയ രംഗത്ത് ഒരു ഉയർച്ച ഇതുകൊണ്ടുണ്ടാകണം. ഈ വിശുദ്ധ റമദാൻ വിട പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ മനസ്സിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകണം. നമ്മൾ അള്ളാഹുലേക്ക് കൂടുതൽ അടുത്തിരിക്കണം. ഒരു മുത്തുമഇന്നായ നഫ്സായി മാറാൻ നമ്മുടെ നഫ്സുകൾക്ക് കഴിയണം. അപ്പോഴാണ് ഈ റമദാൻ നമുക്ക് അർത്ഥവത്തായി പ്രയോജനപ്പെട്ടു എന്ന് പറയപ്പെടുക. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിശുദ്ധമായ റമദാനിനെ വേണ്ട രീതിയിൽ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാനും ഒരു മുത്തഖിയായി മാറാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സൗഭാഗ്യത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.